ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ 6 ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ്, പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ എന്നിവിടങ്ങളിലെ എസ്റ്റേറ്റുകളിലാണ് 460 ഒഴിവുകൾ വന്നിട്ടുള്ളത്. ദിവസവേതന തൊഴിലാളികളുടെ നേരിട്ടുള്ള നിയമനമാണ്. അപ്പോൾ ജില്ലകൾ, എസ്റ്റേറ്റിൻ്റെ പേര്, ഒഴിവുകളുടെ എണ്ണം എന്നിവ വിശദമായിട്ട് നോക്കാം. കാസർഗോഡ് രാജപുരം എസ്റ്റേറ്റിൽ 75 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ഓയിൽ പാം എസ്റ്റേറ്റിൽ 13 ഒഴിവും മലപ്പുറം നിലമ്പൂർ എസ്റ്റേറ്റിൽ 92 ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത്. പാലക്കാട് മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ 60 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ എസ്റ്റേറ്റിൽ 55 ഒഴിവുകളും ചന്ദനപ്പള്ളി എസ്റ്റേറ്റിൽ 90 ഒഴിവുകളും തണ്ണിത്തോട് എസ്റ്റേറ്റിൽ 50 ഒഴിവുകളും ആകെ 195 ഒഴിവുകളാണ് പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുള്ളത്. എറണാകുളം അതിരപ്പള്ളി എസ്റ്റേറ്റിൽ 25 ഒഴിവുകളുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ടോട്ടൽ 460 ഒഴിവാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. എന്നാൽ ബിരുദം നേടിയിരിക്കുവാൻ പാടില്ല. അപേക്ഷകർ ബിരുദം യോഗ്യത നേടിയിട്ടില്ല എന്ന് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന മാതൃകയിലുള്ള സമ്മതപത്രം കൂടി അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടതാണ്. തോട്ടങ്ങളിൽ ജോലി ചെയ്യുവാനുള്ള ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. ഇനി നിയമന മാനദണ്ഡങ്ങൾ നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് അപേക്ഷകരുടെ കാഴ്ച പരിശോധന, BMI പരിശോധന, ഇൻ്റർവ്യൂ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഇൻ്റർവ്യൂവിനും മറ്റു പരിശോധനകൾക്കുമായി ഉദ്യോഗാർത്ഥികൾ കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന സ്ഥലത്ത് സമയത്ത് ഹാജരാവേണ്ടതാണ്. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 50 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1975 1/1/2007 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സളവ് ലഭിക്കുന്നതാണ്. കുറഞ്ഞത് 3 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നോക്കാം. അപേക്ഷ തപാൽ മാർഗമോ നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ്. കാസർഗോഡ് രാജപുരം എസ്റ്റേറ്റിൽ നോട്ടിഫിക്കേഷനോടൊപ്പമുള്ള അപേക്ഷ ഫോറം പൂരിപ്പിച്ച് മാനേജർ, രാജപുരം എസ്റ്റേറ്റ്, പാണത്തൂർ PO, രാജപുരം വഴി, കാസർഗോഡ് 671532 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ തപാൽ മാർഗമോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തൃശ്ശൂർ ഓയിൽ പാം എസ്റ്റേറ്റിൽ അപേക്ഷ ഫോം പൂരിപ്പിച്ച് മാനേജർ, ഓയിൽ പാം എസ്റ്റേറ്റ്, വെറ്റിലപ്പാറ PO, ചാലക്കുടി, തൃശ്ശൂർ 680721 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ തപാൽ മാർഗമോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മലപ്പുറം നിലമ്പൂർ എസ്റ്റേറ്റിൽ അപേക്ഷ ഫോം പൂരിപ്പിച്ച് മാനേജർ, നിലമ്പൂർ എസ്റ്റേറ്റ്, നിലമ്പൂർ RSPO, നിലമ്പൂർ, മലപ്പുറം 679330 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ തപാൽ മാർഗമോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പാലക്കാട് മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ അപേക്ഷ ഫോറം പൂരിപ്പിച്ച് മണ്ണാർക്കാട് എസ്റ്റേറ്റ്, തേങ്കര, മണ്ണാർക്കാട് PO, പാലക്കാട് 678582 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ തപാൽ മാർഗമോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് പത്തനംതിട്ട കൊടുമൺ എസ്റ്റേറ്റിൽ അപേക്ഷ ഫോറം പൂരിപ്പിച്ച് മാനേജർ, കൊടുമൺ എസ്റ്റേറ്റ്, നെടുമൺകാവ് PO, കൂടൽ, പത്തനംതിട്ട 689693 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. പത്തനംതിട്ട ചന്ദനപ്പള്ളി എസ്റ്റേറ്റിൽ മാനേജർ, ചന്ദനപ്പള്ളി എസ്റ്റേറ്റ്, നെടുമൺകാവ് PO, കൂടൽ, പത്തനംതിട്ട 689693 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. പത്തനംതിട്ട തണ്ണിത്തോട് എസ്റ്റേറ്റിൽ മാനേജർ, തണ്ണിത്തോട് എസ്റ്റേറ്റ്, തണ്ണിത്തോട് PO, കോന്നി വഴി, പത്തനംതിട്ട 689699 എന്ന മേൽവിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എറണാകുളം അതിരപ്പള്ളി എസ്റ്റേറ്റിൽ നോട്ടിഫിക്കേഷനോടൊപ്പമുള്ള അപേക്ഷ ഫോറം പൂരിപ്പിച്ച് മാനേജർ, അതിരപ്പള്ളി എസ്റ്റേറ്റ്, കാലടി പ്ലാന്റേഷൻ PO, അങ്കമാലി, എറണാകുളം 683581 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ തപാൽ മാർഗമോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, ജാതി, നോൺ ക്രീമി ലെയർ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളോ അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ 6 മാസത്തിനുള്ളിൽ എടുത്തൊരു ഫോട്ടോ എന്നിവയും സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/8/2025 വൈകുന്നേരം 5 മണി വരെയാണ്. അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.